ബംഗളൂരു വിമാനത്താവളത്തിൽ മുസ്ലിം മതവിശ്വാസികൾ പരസ്യമായി നിസ്കരിച്ചത് വിവാദത്തിൽ. സംഭവത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് ബി.ജെ.പി. അതീവ സുരക്ഷാ മേഖലയിൽ പ്രാർത്ഥിക്കാൻ ആരാണ് അനുമതി നൽകിയതെന്ന് പാർട്ടി വക്താവ് വിജയ് പ്രസാദ് ചോദിച്ചു. വിമാനത്താവളത്തിന്റെ 2ാം ടെർമിനലിലാണ് സംഭവം. പ്രത്യേക പ്രാർത്ഥനാ മുറി ഉണ്ടായിട്ടും പരസ്യമായി നിസ്കരിച്ചതിൽ സമൂഹ മാധ്യമങ്ങളിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ബംഗളൂരു വിമാനത്താവളത്തിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ വിവാദമായി സംഭവത്തെ ഉയർത്തിക്കാണിക്കുകയാണ് ബി.ജെ.പി. ഓരോ വിമാനത്താവളങ്ങളിൽ പൊതുവെ പ്രാർത്ഥനയ്ക്കായി പ്രത്യേക സ്ഥലങ്ങളുണ്ട്, പ്രാർത്ഥനാ മുറികളുണ്ട്. അതീവ സുരക്ഷാ മേഖലയാണ് വിമാനത്താവളം എന്നത്. അവിടെ എങ്ങനെയാണ് പരസ്യമായി ഇങ്ങനെയൊരു പ്രാർത്ഥന നടത്താൻ കഴിഞ്ഞത് എന്നതാണ് ബി.ജെ.പി. ഉന്നയിക്കുന്ന ചോദ്യം. അജയ് സുധാ ബിജു വിവരങ്ങളുമായി. അജയ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഇത് ഇത്രയേറെ വലിയൊരു വിവാദമായി ബി.ജെ.പി. ഉയർത്തുന്നത്? ഇത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു വിവാദമായിട്ടുള്ള നിസ്കാരം അത് ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായത്. ബാംഗ്ലൂർ എയർപോർട്ടിലെ ടെർമിനൽ നമ്പർ 2-ലാണ് ഇത്തരമൊരു നിസ്കാരം നടന്നത്. ഇത് മക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോയ ചില ആൾക്കാരെ യാത്രയക്കാനെത്തിയ വിശ്വാസികളാണ് ഇത്തരത്തിൽ അവിടെ ടെർമിനൽ 2-ൽ പരസ്യമായി നിസ്കരിച്ചത് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഈ വിവരം ഈ ഒരു ദൃശ്യങ്ങൾ, ഈ നിസ്കാരത്തിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പടർന്നതോടെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. പ്രധാനമായിട്ടും ഉയർന്നത് എയർപോർട്ടിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥനാ മുറി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് പരസ്യമായി അതീവ സുരക്ഷാ മേഖലയിൽ നിസ്കരിക്കുന്നത് എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. ബി.ജെ.പി. ഈ വിഷയം പ്രധാനമായിട്ട് ഉയർത്താനുള്ള കാരണം ഈ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ അവർ ഈ RSSന്റെ പൊതുപരിപാടികൾക്ക് ഇടയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷം അവർ ഈ വിലക്കിനെ പിന്നീട് ഹൈക്കോടതി ഉത്തരവെല്ലാം കൈമുതലാക്കിയിട്ടാണ് ഈ വിലക്കിനെ മറികടന്ന് പല പരിപാടികളും സംഘടിപ്പിക്കേണ്ടി വന്നത്. പല മണ്ഡലങ്ങളിലും അവർക്ക് പദയാത്ര ഉൾപ്പെടെ നടത്താൻ സാധിക്കാതെ പോയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ബി.ജെ.പി. വിമർശനം ശക്തമാക്കുന്നത്. RSSന്റെ പരിപാടികൾക്ക് ഒരു നിരോധനം ഏർപ്പെടുത്തുന്ന സർക്കാർ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നു? ആരാണ് എയർപോർട്ടിലുള്ള ഈ അതീവ സുരക്ഷാ മേഖല നിസ്കരിക്കാൻ ഈ വിശ്വാസികളെ അനുവദിച്ചത് എന്നാണ് ബി.ജെ.പി. ചോദിക്കുന്നത്. അഥവാ ഇത് അനുവാദം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആരാണ് അത് കൊടുത്തത് എന്നും ബി.ജെ.പി. വിഷയത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇവർ നിസ്കരിക്കുന്ന സമയത്ത് ഈ സുരക്ഷാ ജീവനക്കാരും അതുപോലെ തന്നെ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥരും ആരും തന്നെ ഇവരെ തടഞ്ഞിരുന്നില്ല, ഇവരെ നിസ്കരിക്കാൻ അനുവദിക്കുകയായിരുന്നു. അപ്പോൾ ഈയൊരു നടപടി അത് തന്നെയാണ് ബി.ജെ.പി. ആണെങ്കിലും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും ഇപ്പോൾ നിരവധി വിമർശനങ്ങൾക്ക് വിധേയമാക്കിയിരിക്കുന്നത്. ബി.ജെ.പി. ഇതിനെ രാഷ്ട്രീയമായി തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. ബി.ജെ.പിയുടെ സ്പോക്ക് പേഴ്സൺ വിജയ് പ്രസാദാണ് ഈ ഒരു വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത്. അദ്ദേഹം ഈ മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളോടും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ രംഗത്തെത്തിയിട്ടുള്ളത്. അജയാണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരു വിമാനത്താവളത്തിലെ പരസ്യമായി നടത്തിയ നിസ്കാരമാണിപ്പോൾ വിവാദത്തിലായിട്ടുള്ളത്. വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് ബി.ജെ.പി.